അല്ല മോളെ, ഈ കുഞ്ഞു പറയണതൊക്കെ സത്യമാണോ? തീർച്ചയായും ഫാദർ ഉള്ളപ്പോ മക്കള് ഒന്നും കൊണ്ട് പേടിക്കണ്ട. നിങ്ങളെ ചേച്ചീനെ പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഇതേ ഈ ഫാദറിന്റെ വാക്കാ. പിന്നെ ദാസപ്പ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ ഫാദർ? ഇവര് ആ 102ാമത്തെ റൂമിൽ എങ്ങനെ എത്തി? നിങ്ങളോട് അത് അടച്ചിടണമെന്നല്ലേ പറഞ്ഞിരുന്നേ? അത് പിന്നെ ഫാദർ, എല്ലാം മുതലാളി തീരുമാനിച്ചതാ. ഇവരെന്തോ സ്പോൺസർ കിട്ടി ഫ്രീ ആയിട്ട് വന്നതാണത്രേ. ഇവിടെ അവര് താമസിക്കുവാണെങ്കിൽ അവിടെ ഒരു ബാധശല്യം ഇല്ലെന്ന് ബാക്കിയുള്ളവർക്ക് ബോധ്യമാവത്തില്ലേ? അപ്പൊ പിന്നെ വീണ്ടും ആളുകളുടെ എണ്ണം കൂടത്തില്ലേ? ഇവിടെ ചുറ്റിപ്പറ്റി നമ്മളെ ഈ 101ാമത്തെ മുറിനെ പറ്റി കുറച്ച് വ്യാജ വാർത്തകളൊക്കെ ഉണ്ടല്ലോ. വ്യാജമല്ല, ശരിക്കും നടന്നതേറ്റി കുറച്ച് വാർത്ത. അതൊക്കെ ഒന്ന് മൂടി മറിക്കാൻ വേണ്ടിട്ടാ ഈ ഫാമിലിനെ ഒരു സ്പോൺസർ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ വേണ്ടി മുതലാളി പറഞ്ഞേ. എന്തേ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? ആ പിള്ളേര് ചോദിച്ച ചോദ്യത്തിന് തനിക്ക് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? അത് പിന്നെ ഫാദർ, ഞാനെന്ത് പറയാനാ? എല്ലാം ഓണം എടുത്ത് തീരുമാനമാണേ. അയാൾ തീരുമാനം എടുത്താലും ഇവരെ കണ്ടപ്പം തനിക്കെങ്കിലും ആ കാര്യം ഒന്ന് പറയാറുണ്ടല്ലോ. അത് പിന്നെ ഫാദർ, ഇതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർ പണിന്ന് പുറത്താക്കുന്ന പറഞ്ഞേ. അതാ ഞാനൊന്നും മിണ്ടാതിരുന്നേ. എന്നോട് ക്ഷമിക്കണം മക്കളെ, എന്റെ സാഹചര്യം അതായതുകൊണ്ടാ എനിക്ക് ഇങ്ങനെ കൂട്ടി നിൽക്കേണ്ടി വന്നേ. അത് പിന്നെ മക്കളെ, 2015 ജൂൺ മാസം ഇവിടെ കുറച്ച് പിള്ളേര് കോളേജിൽ നിന്ന് ഒരു ടൂറിന് വന്നതാ. എല്ലാരും ചേർത്ത് ഒരു 10-25 ആൾക്കാരുണ്ടാവും. അവരെ കൂടിയാ ഈ പറഞ്ഞ മായയും വന്നിരുന്നേ. അങ്ങനെ ടൂറൊക്കെ അടിച്ചു പൊളിച്ച് നല്ല പോലെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. 4 ദിവസത്തെ ടൂറായിരുന്നേ. അതില് 3 ദിവസവും അവര് മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ദിവസം ഇവിടെ ഇവർക്ക് വേണ്ടി ചെറിയൊരു നൈറ്റ് പാർട്ടി അറേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെ അന്ന് രാത്രി എല്ലാരും ആ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുത്തായിരുന്നു. അന്ന് രാത്രിയാ ആ ദാരുണമായ സംഭവം നടന്നത്. എല്ലാരും പാർട്ടി ആഘോഷിച്ചോണ്ടിരിക്കെ മായയ്ക്ക് ഒരു ഫോൺ കോൾ വന്നായിരുന്നു. അത് അവളുടെ രണ്ടാനമ്മയായിരുന്നു. അവക്കും രണ്ടാനമ്മയ്ക്കും അത്ര പൊരുത്തമില്ലാത്തതുകൊണ്ട് തന്നെ അവള് തന്നെ ഒരു ഹോസ്റ്റലിലായിരുന്നു താമസം. അന്ന് അവളെ വിളിച്ചത് അവളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടായിരുന്നു. അവരാണെങ്കിൽ ഈ റിസോർട്ടില് അവളെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മുകളിലതേ ആ കാണുന്ന ടെറസിലാ അവര് വന്ന് നിന്നേ. എന്നിട്ട് മായനോട് അങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ആദ്യം ഒരു മടി കാണിച്ചെങ്കിലും മായ പിന്നീട് രണ്ടാനമ്മന്റെ അടുത്തോട്ട് ചെന്ന് എന്നിട്ട് അവരോട് കാര്യം തിരക്കിയപ്പം അവരാവശ്യപ്പെട്ടത് മായനോട് അവളെ സ്വത്തുക്കളും ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ആ രണ്ടാനമ്മന്റെ പേരിലെഴുതി കൊടുക്കണമെന്നായിരുന്നു. അവക്ക് പക്ഷേ അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അവളാണെങ്കിൽ ഹോസ്റ്റലിലും. അവക്ക് ഈ സ്വത്തുക്കളൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിൽ എഴുതി വെക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അവളതിനെ എതിർപ്പ് അറിയിച്ച് അതിനുശേഷം രണ്ടുപേരും നല്ല വാക്കുതർക്കത്തിലായി. അങ്ങനെ ദേഷ്യം പിടിച്ച അവളുടെ രണ്ടാനമ്മ അവളതേ ആ കാണുന്ന ടർസിന്റെ മുകളിന്ന് പിടിച്ചു തള്ളുകയാ ചെയ്തത്. അങ്ങനെ ടർസിന്ന് എന്തോ വീണ ശബ്ദം കേട്ട് എല്ലാരും അവിടെ ചെന്ന് നോക്കുമ്പം ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മായേനെയാ എല്ലാരും കണ്ടേ. അവളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇവിടെ ഉള്ളവർക്കൊന്നും ഒരു മനസമാധാനവും മായ കൊടുത്തിട്ടില്ല. അവളെ മരണത്തിന് കാരണമായ ആ രണ്ടാനമ്മേനെ പഴി വാങ്ങണമെന്ന് പറഞ്ഞിട്ടാ അവളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നേ. അതിനുശേഷം കുറേ ഫാമിലിയും കുട്ടികളൊക്കെ ഇവിടെ താമസിക്കാൻ വരുമായിരുന്നു. പക്ഷെ അവളെ ശല്യം സഹിക്കാണ്ട് വന്നവരാരും ഒരു ദിവസത്തിലുപരി അവിടെ നിൽക്കാൻ തന്നെ പറ്റത്തില്ലായിരുന്നു. നിരന്തരം അവൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവിടുത്തെ ഓണർ വന്ന് ഞങ്ങളോട് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ഫാദേഴ്സും കൂടി ജപം ചെയ്ത് അവളെ ഒരു നൂലിൽ കെട്ടിയിട്ടിരിക്കുവായിരുന്നു. പ്രത്യേകം അന്ന് തന്നെ ഇവിടുത്തെ ഓണറിനോട് പറഞ്ഞായിരുന്നു ഇനി ആരെയും ആ ഭാഗത്തേക്ക് പോലും താമസാക്കാൻ നിൽക്കരുതെന്ന്. ഞങ്ങളെ വാക്ക് കേൾക്കാണ്ട അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു വെറ്റിച്ചേ. ഫാദർ പറഞ്ഞല്ലോ മക്കള് ഒന്നുകൊണ്ട് പേടിക്കണ്ട, പിതാവുണ്ട് നമ്മളെ കൂടെ. മക്കള് ധൈര്യമായിട്ട് ചെല്ല്, ഫാദർ മക്കളെ പിന്നാലെ തന്നെ കാണും. പിന്നെ ഇന്ന് ഈ രാത്രിക്കകം തന്നെ നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവനൊരു ഉത്തരവാദിത്തം ഉണ്ടാവത്തില്ല.
കാരണം ഇനി വരാൻ പോണത് പൗർണമി രാത്രികളാ. അവളെ അടക്കി നിർത്തുന്നത് ഭയങ്കര പാടുള്ള കാര്യാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം നിങ്ങള് പറഞ്ഞ കൊച്ചിന്റെ കയ്യില് ഞങ്ങളെ ജപിച്ചു വെച്ചിരിക്കുന്ന നൂല് കെട്ടാം. എന്നാ പിന്നെ അവളുടെ ദേഹത്തേക്ക് മായയ്ക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനും കഴിയും. ഏയ് ഇല്ല മക്കളെ, അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല. അവള് ഇവിടുന്ന് എങ്ങോട്ടേക്കും വരത്തില്ല. കാരണം അവക്ക് ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല. അതാ നമ്മളെ ആയുധവും. അതുകൊണ്ട് മക്കൾ ധൈര്യമായിട്ട് ചെല്ലേ. ഞാന് ആ നൂലുമായിട്ട് വരാം. പിന്നെ ഞാൻ വരുന്നവരെ മായ ഈ കാര്യം അറിയാണ്ട് നിങ്ങൾ നോക്കണം. എന്നാ മക്കൾ ധൈര്യമായിട്ട് ചെന്നോ, ഫാദർ ഉണ്ട് കൂടെ. അയ്യോ, നന്ദിയൊക്കെ എന്തിനാ? ഇതൊക്കെ എന്റെ കടമയല്ലേ. അയ്യോ, അങ്ങനെ ഒന്നുമില്ല. കർത്താവ് എനിക്ക് പറഞ്ഞ കടമ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങള് ഇവിടുന്ന് പോണവരെ കൈത്താ ചരട് ഒന്ന് അയക്കാണ്ട് നോക്കിക്കോളണേ. ഓ തീർച്ചയായും ഫാദർ. എന്നാ നിന്ന് വൈകണ്ട, ഉടനെ തന്നെ ഇവിടുന്ന് പുറപ്പെടാനുള്ള വഴി നോക്കിക്കോളൂ. ഓക്കെ ഫാദർ, പിള്ളേരോട് പറഞ്ഞ് എല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പാക്ക് ആക്കിയ ഉടനെ തന്നെ ഇവിടുന്ന് പോവും ഞങ്ങള്. എന്നാ നിങ്ങൾക്കും പിള്ളേർക്കൊക്കെ എപ്പോഴും നല്ല തന്നെ വരട്ടെ. പിന്നെ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടുത്തെ ഒരു കാര്യം മനസ്സിൽ വെക്കണ്ട. എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയേക്ക്. ഇവിടുന്ന് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതിയേച്ചാ മതി. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാട്ടോ. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, കൊച്ചു പിള്ളേരാണെങ്കിലും അവര് ഞാൻ വിചാരിച്ച പോലെയല്ല. ഈ വക കാര്യങ്ങളിലൊക്കെ പിള്ളേരാകുമ്പം വല്ലാത്ത പേടിയും പതർച്ചയൊക്കെയാ. പക്ഷെ അവര് ധൈര്യത്തോടെ നിന്നതുകൊണ്ടാ എന്നോട് ഈ കാര്യം അറിയിക്കാനും ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാനും പറ്റിയേ. അതുകൊണ്ട് പിള്ളേരെ കാര്യം ആലോചിച്ച് നിങ്ങൾ എപ്പോഴും അഭിനന്ദിക്കുക. പിള്ളേരെ കൊണ്ട് ജീവിതത്തില് എപ്പോഴും വിജയം ഉണ്ടാവട്ടെ. അതന്നെ ഫാദർ. ഫാദർ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെ അനുഗ്രഹിക്കണം. ഗോഡ് ബ്ലസ് യു. എന്റെ പ്രാർത്ഥന നിങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലേ. ഓക്കെ ഫാദർ. പിന്നെ ഇനി എവിടെങ്കിലൊക്കെ പോവാണെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ച് 1-4 വട്ടം അന്വേഷിച്ചിട്ട് മാത്രം പോയാ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വല്ല പണികളും കിട്ടാൻ ചാൻസ് ഉണ്ടേ. തീർച്ചയായും ഫാദർ, ഇനി എവിടെ പോവാണെങ്കിലും 1-10 വട്ടം അന്വേഷിക്കാണ്ട് ഞങ്ങൾ പോവന്നില്ല. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാ.